ബലിപ്പെരുന്നാളിനിടയിലും ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരികയാണ്. ഹമാസ് ആക്രമണത്തിൽ 4 ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലി ബോംബിങ്ങിൽ തീയിൽപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി. പി ജെയിംസ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ജെയിംസ്, പശ്ചിമേഷ്യയിൽ ഇപ്പോഴും യുദ്ധം തുടരുന്നു, മാത്രമല്ല ആളുകൾ കൊല്ലപ്പെടുന്നു, അമ്മമാരും കുട്ടികളും നഷ്ടപ്പെടുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ പുണ്യദിനത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. പറയൂ എസ് കെ. ബലിപ്പെരുന്നാളിന്റെ ആഘോഷത്തിലായിരുന്നു ഗൾഫില് മേഖല മുഴുവൻ, പ്രത്യേകിച്ച് ഗസ അടക്കം. ഗസയിൽ തകർന്ന മുസ്ലിം പള്ളികളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ആയിരക്കണക്കിന് പലസ്തീനികൾ പ്രാർത്ഥിച്ചത്. അതിനിടയിലാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ 50ഓളം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പല മേഖലകളിലായിട്ട് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിന് നേരെ, ആശുപത്രിക്ക് നേരെയൊക്കെ ആക്രമണം നടക്കുകയാണ്. 50ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റൊരു കാൻ യൂണിസിലെ ഒരു കെട്ടിടത്തിൽ ബ്ലാസ്റ്റ് നടത്തി, സ്ഫോടനം നടത്തി ഹമാസ് 4 ഇസ്രായേലി സൈനികരെ വധിച്ചുവെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ 19-20 മാസത്തിനിടയിൽ അവിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 900ഓളമാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 886-ന്റെ അടുത്തൊക്കെയാണ് അത് വരുന്നത്. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിനും വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഹമാസിൻ്റെയും ഒരുപാട് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ പലപ്പോഴും തുരങ്കങ്ങളിൽ കയറി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും കൊല്ലപ്പെടുന്നത്. എസ് കെ, ഒരു പക്ഷേ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർന്നുപോയ തീക്ക് നടുവിൽ നിന്ന് ഒരു 5 വയസ്സുകാരി നിലവിളിച്ചോടുന്നതും തീയിൽ ഏതാണ്ട് പെട്ട അവസ്ഥയിൽ രക്ഷാപ്രവർത്തകർ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ന്യൂയോർക്ക് ടൈംസ് അടക്കം ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊരു വല്ലാതെ നമ്മളെയൊക്കെ ഇത് ചെയ്യുന്നതാണ്. ഈ യുദ്ധത്തിൻ്റെ തീവ്രമുഖം. ആ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും കൊല്ലപ്പെട്ടു, ഈ കുട്ടി മാത്രം രക്ഷപ്പെടുന്നു. തൻ്റെ മുന്നിൽ വെച്ചാണ് അവർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് കാണുന്നത്. ഇത് കഴിഞ്ഞാൽ കുഞ്ഞ് ആശുപത്രിയിൽ വന്ന് അമ്മയെ കാണാൻ വേണ്ടി നിലവിളിക്കുന്ന ചിത്രമൊക്കെ ഒരു പക്ഷേ പാലസ്തീനിലെ ആക്രമണത്തിൻ്റെ ഏറ്റവും ദുരന്തമുഖം അല്ലെങ്കിൽ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ള ദൃശ്യങ്ങളായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത രീതിയിലേക്ക് പടരുമ്പോൾ തന്നെ ഈ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് ഇസ്രായേൽ കട്സ്, അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഞങ്ങൾ ലെബനനിൽ ആക്രമണം നടത്തി, ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ, അവരുടെ ആയുധങ്ങൾ ഡിസാം ചെയ്തില്ലെങ്കിൽ, നിരായുധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തുമെന്ന ഭീഷണി കൂടി മുഴക്കിയിരിക്കുകയാണ് സ്കെയിൻ. അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ, അപ്പുറത്ത് യുക്രൈനിൽ വലിയ ഡ്രോൺ ആക്രമണം വീണ്ടും നടത്തിയിരിക്കുന്നു റഷ്യ. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു സ്കെയിൻ. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ശകടയിൽ അമേരിക്കൻ ഭരണകൂടം ട്രംപിനൊപ്പമാണെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. മാത്രമല്ല, ഇലോൺ മസ്കിനെ ഈ അമേരിക്കൻ ഭരണകൂടം ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള വാർത്തകളുകൂടി വരുന്നു. യഥാർത്ഥത്തിൽ ഈ ഭരണകൂടം ഇറങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രശ്നമാകില്ലേ? എസ് കെ, എനിക്ക് തോന്നുന്നു ഈ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം നടക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവമാണിത്. ഇത് പലരും പ്രഡിക്റ്റ് ചെയ്തതാണ്. 2 പേരും 2 തരത്തിൽ. ഒരാൾ അധികാരം കൊണ്ട് ലോകത്തെ കീഴടക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, പണം ഉണ്ടാക്കാനും താല്പര്യമുണ്ട്. മറ്റാളാണെങ്കിൽ സമ്പത്തിന് മേൽ കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ അത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇവർ തമ്മിലുള്ള ഫൈറ്റ്, എസ് കെയും പറഞ്ഞ പോലെ ശകട വലിയ ചർച്ചയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എലോൺ മസ്കും ട്രംപ് അവസാനം പറഞ്ഞിരിക്കുന്നത്, എലോൺ മസ്ക് ഈ സംസാരിക്കാൻ തയ്യാറായി വരുന്നു എന്ന് സൂചന വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ടെസ്ലയ്ക്ക് നല്ലത് വരട്ടെ. അതൊരു വളരെ കുത്തിയുള്ളൊരു ഉത്തരവാണ്. കാരണം ടെസ്ല ചൈനയിലാണ് ഏറ്റവും വലിയ കമ്പോളം. തൻ്റെ ടെസ്ല കാറുണ്ട്, അത് ഇയാളെ സഹായിക്കാനെന്ന നിലയിൽ ട്രംപ് വൈറ്റ് ഹൗസിൽ വാങ്ങിച്ചിട്ട ഏറ്റവും ആധുനികമായിട്ടുള്ള ടെസ്ല കാറാണ്. ആ കാറ് താൻ വിൽക്കുകയാണെന്ന്. ഇപ്പോൾ സാധാരണ നമ്മൾ പിണങ്ങുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്ന രീതിയുണ്ടല്ലോ, ഞാൻ അയാളുടെ കാറ് വിൽക്കാൻ, അയാളെ കാറും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഭരണകൂടം, പ്രത്യേകിച്ച് അവിടുത്തെ മന്ത്രിമാർ, സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ ഈ എലോൺ മസ്കുമായി ഏറ്റുമുട്ടി തളർന്നിരിക്കുകയാണ്. കാരണം ട്രംപ് എലോൺ മസ്കിനെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എലോൺ മസ്കും ട്രംപും കൂടി അടിവെച്ചതോടെ ഒരു കാര്യം അവർക്ക് വ്യക്തമായി, ട്രംപിൻ്റെ കൂടെ അണിനിരന്ന് എങ്ങനെയെങ്കിലും എലോൺ മസ്കിനെ തകർക്കുക, ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ 2 കൂട്ടരുടെയും സുഹൃത്തുക്കൾ ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എസ് കെ, ഈ ട്രംപിന് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന
ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടു നടന്ന ഒരു സെക്സ് ട്രാഫിക്കിങ്ങിന്റെ ഇതായിരുന്ന ആള് അദ്ദേഹം പിടിച്ച് ജയിലിലിട്ടു. 2019 തൂങ്ങി മരിക്കുകയായിരുന്നു ജയിലിൽ എന്നാണ് റിപ്പോർട്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു 6000 പേജുള്ള റിപ്പോർട്ടുണ്ട്. അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട്. അത് പുറത്തുവിട്ടാൽ ട്രംപിന് നിൽക്കാൻ പറ്റില്ല എന്ന നിലയിലാണ് ട്രംപിന്റെ മാർലാഗോ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ അമേരിക്കയുടെ വെർജിൻ ഐലൻഡ്സിലൊക്കെ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ട്രംപും ഈ കൂട്ടാളികളും എപ്സ്റ്റീനൊക്കെ പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് വലിയ രീതിയിലുള്ള സ്ഫോടനം നടക്കുന്നത്. ബിഗ് ബോംബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വലിയ വാർത്തയായിട്ട് വരികയാണ്. ഒരുപക്ഷെ വൈറ്റ് ഹൗസ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന നിർഭാഗ്യകരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു വല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ലോകക്രമത്തിൽ എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെടാൻ വഴി ട്രംപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചവരൊക്കെ ആകെ ഇതെല്ലായിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തില്ല. കാരണം ഇന്ത്യ ടെസ്ല കാർ ഇവിടെ കൊണ്ടുവരാൻ ഏതാണ്ട് സമ്മതിച്ചു. H1B വിസ ഇന്ത്യക്കാരാണ് 70% ഹോൾഡ് ചെയ്യുന്നത്. അവരെ കൊണ്ട് അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി ഉള്ള വിസകൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വായിച്ച എലോൺ മസ്കാണ്. എലോൺ മസ്ക് പുറത്താവുമ്പോൾ അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കുള്ള H1B വിസ കട്ട് ചെയ്യുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കേസ് കൊടുത്തിരിക്കുന്നു ട്രംപിനെതിരെ. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ഇപ്പോൾ കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോവുകയാണ്. ജെയിംസ്, ഇനി നമുക്ക് നാളെ കാണാം, നാളെ സന്ധിക്കാം വിദേശ വാർത്തകളുമായി. വിദേശ വാർത്തകൾ നാളെ ഇല്ലാതെ വരില്ലല്ലോ.